مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. സൂറത്തുൽ ബഖറയിലെ 17-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ചെയ്യേണ്ടത് നാറൻ ഫലമ്മ, അവിടെ മണിക്കേണ്ടതാണ്. ഇഖ്ഫാഉൻ ഹഖീഖി എന്നാണ് ആ നിയമത്തെക്കുറിച്ച് പറയാറുള്ളത്. അതോടൊപ്പം തന്നെ റാ തഫ്ഖീം ഉള്ള അക്ഷരമാണ്, അഥവാ കനപ്പിക്കേണ്ട അക്ഷരമാണ്. അവിടെ റാഇന്റെ മേലെ ഫത്ഹാണുള്ളത്. അദാഅത്ത് മദ് മുത്തസിലാണ്. ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ ഒറ്റവാക്കിൽ വന്നു. നിർബന്ധമായും 4 or 5 ഖദർ നീട്ടേണ്ടതാണ്. ദഹബല്ലാഹു ബിനൂരിഹിം അവിടെ നിർത്താവുന്നതാണ്. വതറകഹും ഫീ ദുലുമാതിൻ ലാ യുബ്സിറൂൻ, അവിടെ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് ആ നിയമത്തിന് പറയാനുള്ളത്. ദുലുമാതില്ല, തൻവീന് ശേഷം ലാമ് വന്നു. അവിടെ ലാമിൽ തൻവീന് ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ ഓതേണ്ടതാണ്. വതറകഹും ഫീ ദുലുമാതിൻ ലാ യുബ്സിറൂൻ. ലാ യുബ്സിറൂൻ എന്ന വാക്കിൽ ബാഇന്റെ മേലെ സുക്കൂൻ വന്നതുകൊണ്ട് തന്നെ അവിടെ ഖൽഖല ചെയ്യേണ്ടതാണ്. യുബ്സിറൂൻ പറയാൻ പാടില്ല, യുബ്സിറൂൻ എന്ന് തന്നെ കേൾപ്പിക്കണം. ഒന്നുകൂടി നമുക്ക് ആയത്ത് പൂർണ്ണമായും കേൾക്കാം. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 17-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. ഈ ആയത്തിലെ വാക്കാർത്ഥങ്ങൾ മസലുഹും അവരുടെ ഉപമ, കമസലി പോലെയാണ്, അല്ലദി യാതൊരുവന്റെ, ഇസ്തൗഖദ അവൻ കത്തിച്ചുണ്ടാക്കി, നാറൻ ഒരു തീ, ഫലമ്മ അളാഅത് എന്നിട്ടത് വെളിച്ചം നൽകിയപ്പോൾ, മാ ഹൗലഹു അതിന്റെ ചുറ്റുമുള്ളതിനെ അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടിലുള്ളവരെ, ദഹബല്ലാഹു അല്ലാഹു പോയി, ബിനൂരിഹിം അവരുടെ പ്രകാശവും കൊണ്ട്, വതറകഹും അവരെ വിട്ടേക്കുകയും ചെയ്തു, ഫീ ളുലുമാത്തിൻ അന്ധകാരങ്ങളിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ, ലാ യുബ്സിറൂൻ അവർ കാണാതെ, അഥവാ അവർ കണ്ണു കാണാതെ. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ പൂർണ്ണമായ അർത്ഥം, അവരെ ഉപമിക്കാവുന്നത് ഒരാളോടാകുന്നു. അയാൾ തീ കത്തിച്ചു, പരിസരമാകെ വെളിച്ചമായപ്പോൾ അള്ളാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളയുകയും ഒന്നും കാണാനാവാതെ അന്ധകാരങ്ങളിൽ അവരെ വിട്ടേക്കുകയും ചെയ്തു എന്നാണ്. ഇവിടെ ഈ 17-ാമത്തെ ആയത്തിൽ കപടവിശ്വാസികളുടെ ചില ഉപമകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ പറയപ്പെടുന്ന കാര്യത്തിന്റെ മർമ്മവശവും ആ പറയപ്പെടുന്ന കാര്യത്തിന്റെ വിശദാംശങ്ങളും നല്ല രൂപത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നതിനു വേണ്ടി, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് എളുപ്പം വിഷയം മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി ഉപമകൾ വഴി ഒരു കാര്യം അവതരിപ്പിക്കുന്ന ഖുർആനിന്റെ ഈ പ്രതിപാദ ശൈലി അത് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ
കപടവിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുന്നത് ഒരാളോടാണ്. അയാൾ എന്താ ചെയ്തത്? അയാൾ ഒരു തീ കത്തിച്ചു. ആ തീ കത്തിച്ചത് മൂലം പരിസരമാകെ വെളിച്ചമായപ്പോൾ ആ പ്രകാശം അവർക്ക് സ്പഷ്ടമായി, വളരെ വ്യക്തമായി കാണിക്കപ്പെടുകയാണ്. പിന്നീട് ആ കപടവിശ്വാസികളിൽ നിന്ന് ആ പ്രകാശം അകറ്റപ്പെട്ടു. ഇവിടെ ആ വെളിച്ചം അത് സഹജമായ ഒരു വെളിച്ചമായിരുന്നു എങ്കിൽ അവർക്കത് നഷ്ടമാകാതെ എന്നും അവർക്കത് അനുഭവിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ കപടവിശ്വാസികൾക്ക് ലഭിച്ച ആ വെളിച്ചം അത് നൈമിഷികമായ വെളിച്ചമായിരുന്നു. അവർക്ക് കിട്ടിയത് അത് അന്ധകാരമായിരുന്നു. അതാണ് ആ കപടവിശ്വാസികളുടെ മേലിൽ സ്ഥിരപ്പെട്ടത്. ആ അന്ധകാരമാണ് അവരുടെ മേലിൽ സ്ഥിരപ്പെട്ടത്. അതായത് ഒരു മനുഷ്യൻ അയാൾ ഒരു തീ കത്തിച്ചപ്പോൾ പരിസരമാകെ വെളിച്ചമായതും ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രകാശം കെടുത്തിക്കളഞ്ഞപ്പോൾ ആ പ്രകാശം അതിന്റെ ഉറവിടത്തിലേക്ക് മടങ്ങുകയും പകരം ഇരുട്ട് അതിന്റെ ഉറവിടത്തിൽ സ്ഥിരപ്പെടുകയുമാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രകാശം കെടുത്തിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് സഹോദരങ്ങളെ ആ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രകാശമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അവന്റെ പ്രവാചകനെ പ്രകാശമെന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കുറിച്ച് പ്രകാശമെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന സന്മാർഗത്തെ അവൻ പ്രകാശമെന്ന് വിളിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു നാമം തന്നെ അന്നൂർ എന്നാണ്, പ്രകാശമെന്നാണ് ആ നാമത്തിന്റെ അർത്ഥം. അതുപോലെ തന്നെ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരത്തെയും അള്ളാഹു പ്രകാശമെന്ന് വിളിച്ചത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കപടവിശ്വാസികളുടെ പ്രകാശം കെടുത്തിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ പ്രകാശമായി സൂചിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ആ കപടവിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അള്ളാഹു അന്യമാക്കി എന്നാണ്. നേരത്തെ സൂചിപ്പിച്ച ആ മുഴുവൻ സ്രോതസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ആ അനുഭൂതി പോലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശങ്ങൾ മുഴുവൻ ആ കപടവിശ്വാസികളെ സംബന്ധിച്ച് അവർക്കത് അന്യമാക്കി എന്നാണ്, അവർക്കത് അനുഭവിക്കാൻ കഴിയാത്ത രൂപത്തിൽ. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഈ കപടവിശ്വാസികളുടെ കച്ചവടം ലാഭകരമാകാതെ പോയത്, അവർക്ക് അവരുടെ ലക്ഷ്യം പ്രാപിക്കാൻ കഴിയാതെ പോയത് അതുകൊണ്ടാണ്. ഈ കപടവിശ്വാസികൾ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സന്മാർഗമായ പ്രകാശത്തെ വിറ്റഴിച്ചുകൊണ്ട് അന്ധകാരമായ ദുർമാർഗത്തെ നേടിയെടുക്കുകയാണ് ഈ കപടവിശ്വാസികൾ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രകാശം കെടുത്തിക്കളഞ്ഞു എന്ന് മാത്രമല്ല ഈ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. പിന്നെയോ വതറകഹും ഫീ ളുലുമാതിൻ ലാ യുബ്സിറൂൻ, ഒന്നും കാണാനാവാതെ ആ കപടവിശ്വാസികളെ അള്ളാഹു ഇരുട്ടിൽ വിട്ടേക്കുകയും ചെയ്തു എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച ഈ പ്രയോഗത്തെക്കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞതിൽ അള്ളാഹു പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞത് ഏകവചനമായിക്കൊണ്ടാണ്. അത് അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരേ ഒരു നൂറാണ്, പ്രകാശമാണ്. അത് സത്യമാണ്. ആ സത്യം ഏകമാണ് സഹോദരങ്ങളെ. അത് സ്വർഗത്തിലേക്കുള്ള ഋജുവായ പാതയാണ്, അള്ളാഹുവിലേക്ക് നയിക്കുന്ന ഒരേ ഒരു മാർഗമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇരുട്ടിന്റെ അന്ധകാരങ്ങളുടെ പാത, അതായത് ദുർമാർഗത്തിന്റെ വഴികൾ, ആ വഴികൾ അത് പലതാണ്, പല രൂപത്തിലാണ്. കാരണം തിന്മയിലേക്ക് ആളുകളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി പണിയെടുക്കുന്ന പിശാചിന്റെ കൂട്ടാളികളായ ആളുകൾ അവർ പല രൂപത്തിലും വിവിധ മാർഗത്തിലൂടെയും പണിയെടുക്കുന്നവരാണ്. ആ മാർഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫീ ളുലുമാതിൻ എന്നാണ്, അന്ധകാരങ്ങളിൽ എന്നാണ് പറഞ്ഞത്. അത് ഒരു വഴിയല്ല, അത് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ബഹുവചനമായി കൊണ്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് അല്ലാഹു സത്യത്തെ ഏകവചനമായി കൊണ്ടും അധർമ്മത്തെ ബഹുവചനമായി കൊണ്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വസ്തുതയെ ഒന്നുകൂടി ബോധ്യമാക്കുന്ന രൂപത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 257-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. വിശ്വസിച്ചവരുടെ വലിയാണ്, അതായത് രക്ഷാധികാരിയാണ് അല്ലാഹു. അവൻ അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന്. എന്നിട്ടോ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലദീന കഫറു ഔലിയാഹും താഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്. എന്നാൽ സത്യനിഷേധികളുടെ വലിയകൾ, സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ ദുർമൂർത്തികളാകുന്നു. വെളിച്ചത്തിൽ നിന്ന് അന്ധകാരങ്ങളിലേക്കാണ് ആ ദുർമൂർത്തികൾ അവരെ നയിക്കുന്നത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞത് ഏകവചനമായി കൊണ്ടാണ്. അല്ലാഹു സത്യവിശ്വാസികളെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. ദുർമൂർത്തികളോ അവർ വെളിച്ചത്തിൽ നിന്ന് അന്ധകാരങ്ങളിലേക്കാണ് ആളുകളെ നയിക്കുന്നത് എന്നാണ്. ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശമെന്ന സത്യത്തെ ഏകവചനമായി കൊണ്ടും ഇരുട്ടുകൾ, അന്ധകാരങ്ങൾ എന്ന അധർമ്മത്തെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുവചനമായി കൊണ്ടുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, അല്ലാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞതിലെ പ്രകാശം എന്നത് നമുക്ക് മനസ്സിലായി. ഇനി എന്തുകൊണ്ടാണ് അല്ലാഹു ആ കപടവിശ്വാസികൾക്ക് ലഭിച്ച പ്രകാശത്തെ കെടുത്തിക്കളഞ്ഞത്? അല്ലാഹു എന്തുകൊണ്ട് ആ പ്രകാശത്തെ കെടുത്തിക്കളഞ്ഞു? ഈ വിഷയമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഹിജ്റ 691 ജനിച്ച, ഹിജ്റ 751 മരണപ്പെട്ട മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് 60-ലേറെ വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫിഖ്ഹിലും ഉസൂലിലും ഹദീസിലും അതുപോലെ തന്നെ അഖീദയിലും ഖുർആനിക ശാസ്ത്ര വിഷയങ്ങളിലും അറബി ഭാഷാപരവും മറ്റുമൊക്കെ ആയിക്കൊണ്ട് അദ്ദേഹം രചിച്ച ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. വലിയ പണ്ഡിതനാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പ്രമുഖരായ ശിഷ്യന്മാരാണ് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഇമാം ദഹബി റഹിമഹുല്ലാഹ്, ഇബ്നു റജബ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാഹ്. ഈ ആളുകളൊക്കെ, ഈ പണ്ഡിതന്മാരൊക്കെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ശിഷ്യന്മാരായിരുന്നു. ഈ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സഹോദരങ്ങളെ അൽ വാബിൽ അസ്സയ്യിദ് മിൻ അൽ ഖലിമ അത്വയ്യിബ്. ഈ ഗ്രന്ഥത്തിലൂടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കപടവിശ്വാസികൾക്ക് ലഭിച്ച പ്രകാശത്തെ കെടുത്തിക്കളഞ്ഞത് എന്ന് വളരെ സുദീർഘമായി കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു ഭാഗത്ത് അദ്ദേഹം പറയുകയാണ്, കപടവിശ്വാസികളുടെ അവസ്ഥ അപ്രകാരമാണ്. അവരുടെ വിശ്വാസത്തിന്റെ പ്രകാശം അവരിലുള്ള കാപട്യം കൊണ്ടാണ് തുടച്ചു മാറ്റപ്പെട്ടത്. അതുകൊണ്ട് അവരുടെ ഹൃദയം അവിശ്വാസവും സംശയങ്ങളും അതിനനുസൃതമായ പ്രവർത്തികളും കാരണം ചൂടുകൊണ്ട് നീറിപ്പുകയുകയാണ്. അതായത് തീയും തീനാളങ്ങളും ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തെ കരിച്ചു കളയും. അതുപോലെ നാളെ അന്ത്യനാളിലും അവരെ, ആ കപടവിശ്വാസികളെ, അവരുടെ ഹൃദയങ്ങളിലേക്ക് പടർന്നു കയറുന്ന ജ്വലിക്കുന്ന തീയിൽ കൊണ്ടുപോയി ഇടുന്നതാണ്. ഈ ദുനിയാവിൽ ഒരിക്കലും വിശ്വാസത്തിന്റെ പ്രകാശത്തിലൂടെ കടന്നുപോകാത്ത, സത്യവിശ്വാസത്തെ തിരസ്കരിച്ചുകൊണ്ട് ജീവിച്ച ആളുകളാണ് അവർ. അവൻ സഞ്ചരിക്കുന്ന വഴിയിൽ സത്യവിശ്വാസം എന്ന പ്രകാശം ചൊരിഞ്ഞുകൊടുത്തിട്ടും ആ സത്യത്തെ അവഗണിക്കുകയും സ്വയം തന്നെ അതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ പോകുന്ന വ്യക്തികളോട് തുല്യനാണ് അവനെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പ്രമാണബദ്ധിതമായി കൊണ്ട് അദ്ദേഹം നമ്മെ ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പരലോകത്ത് നഷ്ടക്കാരികളിൽ അകപ്പെടാൻ വിധിക്കപ്പെട്ട ഈ മുനാഫിക്കുകൾ, ഈ കപടവിശ്വാസികൾ, അവർ അതിന് അർഹരായത് ശരിയായ ഈമാനില്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചം കിട്ടിയിട്ടും അള്ളാഹുവിൽ നിന്നുള്ള ഹുദ കിട്ടിയിട്ടും, അതായത് അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ മാർഗദർശനം അവരുടെ മുമ്പിലേക്ക് എത്തിയിട്ട് അത് അവഗണിച്ചത് കൊണ്ടാണ്. അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അവരുടെ മനസ്സിൽ സംശയങ്ങളാണ്, അവരുടെ മനസ്സിൽ ഒരു യക്കീനില്ല, ഉറപ്പില്ല. അവർ തങ്ങൾക്ക് വേണ്ടി സ്വയം തെരഞ്ഞെടുത്ത ഈ അന്ധകാരത്തിന്റെ അനന്തര ഫലങ്ങൾ
അവർ തന്നെ ആസ്വദിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ കപടന്മാരുടെ ഈ ദുനിയാവിലെ അവസ്ഥയെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 17-ാമത്തെ ആയത്തിലൂടെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നത്. അവരെ ഉപമിക്കാവുന്നത് ഒരാളോടാകുന്നു. അയാൾ തീ കത്തിച്ചു, പരിസരമാകെ വെളിച്ചമായപ്പോൾ അള്ളാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളയുകയും ഒന്നും കാണാനാവാതെ ഇരുട്ടിൽ അവരെ വിട്ടേക്കുകയും ചെയ്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് സഹോദരങ്ങളെ അവരെ കുറിച്ച് വിശദീകരിച്ചത്. ഇതാണ് ഈ ആയത്തിന്റെ ആശയമായിക്കൊണ്ട് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.